ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് 3 ഡേയ്സ് യൂസ് ചെയ്താൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ബ്രൈറ്റനിങ് ക്രീമാണ്. എന്നും കിടക്കുന്നതിന് മുമ്പ് ഇത് ഡെയിലി യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. ഒരു അടിപൊളി ബ്രൈറ്റനിങ് തന്നെ ഫീൽ ചെയ്യും. കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ, ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ എല്ലാം മാറാൻ നല്ല അടിപൊളി ബ്രൈറ്റനിങ് ക്രീമാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. ഇതെല്ലാ വീടുകളിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. പുറമെ നിന്ന് മേടിക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസും ഇതിലില്ല. ഇതെല്ലാം ഈ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രൈറ്റനിങ് ക്രീമാണിത്. പിന്നെ ഇതിലേക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് ബീറ്റ്റൂട്ട്, ഒരു ഉരുളൻകിഴങ്ങ്, തക്കാളി, ഇവ മൂന്നും കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിടാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കറ്റാർവാഴയാണ്. എൻ്റെ വീട്ടിലുള്ളത് തന്നെയാണിത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന റെഡിമെയ്ഡ് അലോവേറ ജെല്ലെടുക്കുക. അതിൻ്റെ ഒരു ടീസ്പൂൺ ചേർത്താലും മതി. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മഞ്ഞ കളർ മാറിയതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത്. ആ മഞ്ഞ മാറാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ അത് പോയതിന് ശേഷം നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും കളഞ്ഞിട്ട് ഇതിൻ്റെ ജെല്ലെടുക്കുക. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അത്രയും എഫക്റ്റ് കിട്ടും. ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നതാണ്. നമ്മൾ പാർലറിനൊക്കെ ചെയ്യുന്ന ബ്ലീച്ചിങ് ചെയ്യുന്നതിൻ്റെ അതേപോലത്തെ ഒരു എഫക്റ്റ് കിട്ടും എന്തായാലും. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് റോസ് വാട്ടറാണ്. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ കിട്ടും. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ കിട്ടും. അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നന്നായി പെട്ടെന്ന് കിട്ടും. ഇതിലാകുമ്പോൾ കുറച്ച് സമയം പിടിച്ച് പതിയെ ചെയ്യേണ്ടി വരും. അതിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് കിട്ടും. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആയതുകൊണ്ട് നല്ലൊരു എഫക്റ്റ് കിട്ടും. നല്ലൊരു ബ്രൈറ്റനിങ് തന്നെ തോന്നും. പിന്നെ ഇതൊരു ബ്ലീച്ചിങ് ഫേസ് പാക്കും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് തന്നെ ഇതിന് കിട്ടും. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല എഫക്റ്റ് ചെയ്യുന്ന, സ്കിന്നിന് നല്ല എഫക്റ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഈ ജ്യൂസിലേക്ക് ചേർക്കാനുള്ളത് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇത് 1 ടീസ്പൂൺ കടലമാവും 1 ടീസ്പൂൺ അരിപ്പൊടിയും ഇത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. എനിക്കിതിലേക്ക് പിന്നെ ഞാൻ 1 ടീസ്പൂൺ കടലമാവും 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് എനിക്ക് ആ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പേസ്റ്റിൻ്റെ നമുക്ക് മുഖത്തിടാൻ പറ്റുന്ന ഒരു പരുവത്തിലാവുന്നത് വരെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈക്വൽ എമൗണ്ടിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് അത്രയും എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ്, ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അത്രയും നല്ലതാണ്. നമുക്ക് ഒരു സൈഡ് എഫക്റ്റും വരത്തില്ല. അഥവാ ഇനി അങ്ങനെ സ്കിന്നിലൊന്നും ഇടാത്തവരാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം മുഖത്ത് വരുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കയ്യിലൊന്ന് ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മുഖത്ത് യൂസ് ചെയ്യാതിരിക്കുക. ഫേസ് പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഒരു 2 വീക്ക് വരെ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മുഖത്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് രാത്രിക്കാണ്. രാത്രിക്ക് ഒരു കിടക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾ മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കഴുകി കളയാം. എന്നിട്ട് ചെറുതായിട്ട് വെള്ളം നനച്ചിട്ട് വേണം കഴുകാൻ. ഡ്രൈ കൊടുക്കലും മുഖം കഴുകരുത്. ഡ്രൈ ആയപാട് അപ്പോൾ തന്നെ മുഖത്ത് വെള്ളം ഒഴിച്ച് കഴുകരുത്. ചെറുതായി വെള്ളം നനച്ചിട്ടൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് മുഖം കഴുകുക. അപ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും. അത് നമ്മളെ മുഖം നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മളെ മുഖത്തിടേണ്ടത്. നന്നായിട്ടൊന്ന് സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്യുമ്പോൾ അത്രയും നല്ലതാണ്. നമ്മുടെ മുഖത്തിന് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അത്രയും എഫക്റ്റ് നമ്മുടെ മുഖത്തിന് കിട്ടും. ഒരു ബ്രൈറ്റനിങ് എന്തായാലും തോന്നിയിരിക്കും. ഇതിൽ ബീറ്റ്റൂട്ട് ആയിക്കോട്ടെ, പൊട്ടാറ്റോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ മുഖത്തിനൊരു വൈറ്റനിങ് തരാൻ നല്ലതാണ്. പിന്നെ ഗ്ലോയിങ് ഒക്കെ തരാൻ അത്രയും നല്ലതാണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റൻ ആവും. പിന്നെ നമ്മുടെ സ്കിൻ ടോൺ തന്നെ മാറി ഒരു യൂത്ത്ഫുൾ, യുവത്വം നിലനിർത്തുന്ന ഒരു സ്കിന്നായി മാറും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൈൻ ലൈൻസും വ്രിങ്കിൾസൊക്കെ മാറും. നമ്മുടെ ഫൈൻ ലൈൻസൊക്കെ മുഖത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ വ്രിങ്കിൾസൊക്കെ മാറും. അതായത് ചുളിവുകളൊക്കെ മാറിയിട്ട് ഒരു നല്ലൊരു സ്കിൻ തന്നെയായി മാറും. പിന്നെ സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറും. പിന്നെ ഡാർക്ക് സർക്കിൾ, പിഗ്മെൻറ്റേഷന് ഇതെല്ലാം മാറി നമ്മളെ മുഖം ഒരു ക്ലാരിറ്റി ഉള്ളൊരു മുഖമായി മാറും. അതായത് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് തന്നെ കിട്ടും. ഒരു ബ്രൈറ്റനിങ് തന്നെ തോന്നും. പിന്നെ മുഖക്കുരൊക്കെ മാറാനൊക്കെ നല്ലതാണ്. നമ്മുടെ മുഖത്ത് ഇതൊക്കെ മാറി നമ്മളൊരു ലൈറ്റനിങ് തന്നെ തോന്നും. എന്തായാലും 100% ഉറപ്പാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് പറയാം. 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയി നൈറ്റിൽ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും വിസിബിൾ ആയിരിക്കും.
പൊട്ടാറ്റോയിലും ടൊമാറ്റോയിലും ഒക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിന് അത്രയും നല്ലൊരു ബെനിഫിറ്റ് തരുന്നതാണ്. കാരണം നല്ലൊരു വൈറ്റനിങ് തോന്നുന്ന ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഈ ടൊമാറ്റോയും പൊട്ടാറ്റോ ഒക്കെ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.